ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് ആനക്കയത്തുള്ള നൈറ്റ് പാലസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണെന്ന് എപ്പോഴും സിദ്ദിയാക്കും ഇങ്ങനെ പറയും കേട്ടോ. ആനക്കയത്ത് സിദ്ദിയാക്കുനിറ്റും ഒരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് ഡെക്കറേഷൻ വർക്കിൻ്റെ. അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ ഇവിടുന്നാണ് ഫുഡ് കഴിക്കൽ പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്കൊന്ന് പോയി ഒക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഹായ്, ഫുഡ് കഴിക്കാം. ചുമ്മാ ഹായ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മന്തിയും ചിക്കൻ പൊള്ളിച്ചതും ബിരിയാണി റൈസും ആണ് കേട്ടോ. പിന്നെ നമ്മളൊരു ബീഫ് ഫ്രൈയും കൂടെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിദ്ദിയാക്കുവിന് ബിരിയാണി റൈസാണ് വേണ്ടത്, ഞങ്ങൾക്ക് മന്തിയുമാണ് കേട്ടോ വേണ്ടത്. പിന്നെ പിന്നെ നമ്മളുടെ ചിക്കൻ പൊള്ളിച്ചത് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അൽഫാം അല്ലെങ്കിൽ ഷവായ ബ്രോസ്റ്റ് അങ്ങനത്തൊക്കെയാണ് ഓർഡർ ചെയ്യൽ. അപ്പോൾ സിദ്ദിയാക്ക് പറഞ്ഞു ഇവിടുത്തെ ചിക്കൻ പൊള്ളിച്ചത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് നാരങ്ങ ഒന്നിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ നാരങ്ങയുടെ പുളിയും കൂടി ചേരുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിദ്ദിയാക്ക് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ. നമ്മൾ അടുത്തു കൂടെ നിൽക്കുമ്പോൾ ഒരു പേടിയാണ്, മാന്തോന്നും പേടിയാണ് കേട്ടോ. മിഞ്ഞങ്ങനെ മാന്തട്ടെ പൂച്ചാളേ അങ്ങനെ പെട്ടെന്ന് മാന്തില്ല. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ പൂച്ചാളെ അറ്റങ്ങളെ മാത്രം അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ ഇങ്ങോട്ട് കാട്ടുള്ളൂ. ഞാൻ വണ്ടി നിന്ന് പൂച്ചാളെ മാന്തൊന്നുമില്ല. സാലഡ് അതാണ് ഇവിടുത്തെ നല്ല അടിപൊളി ചമ്മന്തി. അപ്പോൾ ഇവിടെ ഈ ചമ്മന്തി സിദ്ദിയാക്കുന് ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോഴും പറയും ഈ ചമ്മന്തി നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നാടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ ചമ്മന്തി കൂട്ടിക്കാണ്ട് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളിതാ മന്തി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള പീസുകളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഓവറായിട്ട് വാങ്ങിക്കാണ്ട് പിന്നെ അതൊന്ന് പാർസലാക്കാനൊക്കെ നിൽക്കേണ്ടില്ലേ. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ടത് തന്നെ അപ്പോൾ ഓർഡർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതാ നല്ല അടിപൊളി ഫുഡാട്ടോ. അതിൻ്റെ ഇടയിൽ ഷിതുമോന് തോക്ക് വേണമെന്ന് അറിയണം, എന്നാലും ഫുഡ് കഴിക്കുക അറിയണ്ട കേട്ടോ. തോക്കോട്ട് വലിയ കാറ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടുത്തെ ചമ്മന്തിയില്ലേ, ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. അതിങ്ങനെ ചോട്ടിലിട്ട് ചോറിട്ട് സാലഡിട്ട് മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിദ്ദിയാക്കിൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ബിരിയാണിയും ഇത് നല്ല മസാല ഉണ്ട് കേട്ടോ, അടിപൊളി മസാല ഉണ്ട്. മസാല നല്ല അടിപൊളിയായിട്ടില്ല. എന്നിട്ട് ഇതും ബിരിയാണിയാണ് കേട്ടോ. കുറച്ച് ചമ്മന്തി ഇട്ടിട്ട് കുറച്ച് ചമ്മന്തി കേട്ടോ ബിരിയാണിക്ക്. നല്ല അടിപൊളി. അപ്പോൾ ബീഫ് വരട്ടിയത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതും അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല നാടൻ ബീഫ് ഫ്രൈൻ്റെ പോലെ ഉണ്ട്, അടിപൊളി. ഇതാട്ടോ അടിപൊളി അടിപൊളി ബീഫ്. ഇതിങ്ങനെ ഒരു ചോറ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരൊറ്റ തിന്നൽ.
നിങ്ങളെ നോക്കുമ്പോൾ അത് ഫിനിഷ് ആക്കാം. ഫുഡ് അടിപൊളിയല്ലേ? ഈ പൂച്ച അവിടെ ഒറ്റ കൂടെ വന്നൊക്കെ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. പാവല്ല, ഇതിനെന്തിനും കൊടുക്കണ്ടേ? ഇട്ടുകൊടുക്കി. ഫുഡ് എങ്ങനെയുണ്ട് സ്ഥിതി? അടിപൊളിയല്ലേ? സൂപ്പർ. അതുകൊണ്ടല്ലേ അങ്ങോട്ട് വന്നേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിക്കണത്, അതും രാത്രിയിൽ, നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.